ഡിഫറൻഷിയേഷൻ എന്ന ചാപ്റ്ററിൻ്റെ 11ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫങ്ഷൻ ഓഫ് എ ഫങ്ഷൻ വന്നാൽ അതിനെ എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം അതിനുപയോഗിക്കുന്ന റൂളാണ് ചെയിൻ റൂള്. ചെയിൻ റൂൾ ഓഫ് ഡിഫറൻഷിയേഷനാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അതുപയോഗിച്ച് കുറച്ച് പ്രോബ്ലംസും നമ്മൾ ചെയ്തു. കുറച്ച് പ്രോബ്ലംസ് ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് ചെയ്തു. അതിൻ്റെ തുടർച്ചയായിട്ടുള്ള പ്രോബ്ലംസാണ് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്ലാസ് കേൾക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച ഭാഗം വളരെ നന്നായി മനസ്സിലാക്കി അത് സ്വയം ഒന്ന് ചെയ്ത് നോക്കിയതിന് ശേഷം, നന്നായി പഠിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ക്ലാസ് കേൾക്കാനിരിക്കാവൂ. അല്ലാതെ അത് മനസ്സിലാക്കാതെ ഈ ക്ലാസ് കേട്ടാൽ ഈ ക്ലാസ്സിൽ ഒന്നും തന്നെ മനസ്സിലാകില്ല. അപ്പോൾ വളരെ വ്യക്തമായി ആ കഴിഞ്ഞ ക്ലാസ് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഈ ക്ലാസ് കേൾക്കേണ്ടത്. ഡിഫറൻഷിയേറ്റ് തന്നെയാണ്. ഡിഫറൻഷിയേറ്റ് ദ ഫോളോയിങ് ഫങ്ഷൻസ് വിത്ത് റെസ്പെക്ട് എക്സ് തന്നെയാണ് അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ റൂട്ട് ഓഫ് സൈൻ ലോഗ് എക്സ്. ഇപ്പോൾ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള ഫംഗ്ഷനെ y എന്നെടുത്തു. y ഈക്വൽ ടു റൂട്ട് ഓഫ് സൈൻ ലോഗ് എക്സ്. നമ്മൾ ചെയ്തു വന്ന രീതി ഓർമ്മയുണ്ട്. നമ്മൾ ഈ സൈൻ ലോഗ് എക്സ് എന്ന ഫംഗ്ഷനെ സൈൻ ലോഗ് എക്സ് സൈൻ ലോഗ് എക്സിനെ യു എന്ന് കണക്കാക്കിയാൽ റൂട്ട് യു എന്ന് പറയുന്ന ഫോം ആവും. റൂട്ട് യുവിൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം 1/2 റൂട്ട് യു. അപ്പോൾ ഈ സൈൻ ലോഗ് എക്സിനെയാണ് നമ്മൾ യു ആയിട്ട് കണക്കാക്കിയത്. അപ്പോൾ റൂട്ട് യു ആയി ഡെറിവേറ്റീവ് 1/2 റൂട്ട് യു എന്നാണ്. അപ്പോൾ dy/dx ഇസ് ഈക്വൽ ടു 1/2 റൂട്ട് യു എന്ന് പറഞ്ഞാൽ 1/2 റൂട്ട് സൈൻ ലോഗ് എക്സ്. അങ്ങനെ എഴുതി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇൻറ്റു മൾട്ടിപ്ലൈ ചെയ്യണം. എന്താ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? നമ്മൾ ഏത് ഫംഗ്ഷനെയാണോ യു ആയി എടുത്തത് അതിൻ്റെ ഡെറിവേറ്റീവാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. യു ആയി എടുത്തത് സൈൻ ലോഗ് എക്സ് എന്ന ഫംഗ്ഷനെയാണ്. ആ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് സൈൻ ലോഗ് എക്സ് എന്ന ഫംഗ്ഷനെയാണ് നമ്മൾ യു ആയി എടുത്തത്. അതിൻ്റെ ഡെറിവേറ്റീവാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അവിടെ വീണ്ടും നമ്മൾ ഒരിക്കൽ കൂടി ചെയിൻ റൂൾ അപ്ലൈ ചെയ്യേണ്ടിയിരിക്കുന്നു. വീണ്ടും ഒരു തവണ കൂടി നമ്മൾ നേരത്തെ അപ്ലൈ ചെയ്ത ചെയിൻ റൂൾ ഒരിക്കൽ കൂടി അപ്ലൈ ചെയ്യേണ്ടിയിരിക്കുന്നു. ഒരിക്കൽ കൂടി അപ്ലൈ ചെയ്യാൻ വേണ്ടി നമുക്കിപ്പോൾ ഈ സൈൻ ലോഗ് എക്സിൻ്റെയാണ് ഡെറിവേറ്റീവ് എടുക്കേണ്ടത്. വീണ്ടും ഒരിക്കൽ കൂടി ചെയിൻ റൂൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ലോഗ് എക്സിനെ യു ആയി കണക്കാക്കുന്നു. നമ്മൾ നേരത്തെ സൈൻ ലോഗ് എക്സിനെ യു ആയി കണക്കാക്കി, അതിന് നോക്കണ്ട, കാരണം അത് കഴിഞ്ഞല്ലോ. ആദ്യം നമ്മൾ ചെയ്തത് സൈൻ ലോഗ് എക്സിനെ യു ആയിട്ട് എടുത്തു. അപ്പോൾ റൂട്ട് യു എന്ന ഫോമിൽ ഈ ഫംഗ്ഷൻ വന്നു. അതിൻ്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് യു ആണെന്ന് പറഞ്ഞു. അത് 1/2 റൂട്ട് സൈൻ ലോഗ് എക്സ് ആണെന്ന് പറഞ്ഞു. ഇൻറ്റു ഇനി യു എന്നെടുത്ത ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവാണ്. യു എന്നെടുത്ത ഫംഗ്ഷൻ സൈൻ ലോഗ് എക്സ് ആണ്. അതിൻ്റെ ഡെറിവേറ്റീവാണ് ഇനി എടുക്കേണ്ടത്. അതെടുക്കാൻ വേണ്ടി വീണ്ടും ഒരിക്കൽ കൂടി ചെയിൻ റൂൾ അപ്ലൈ ചെയ്യുകയാണ്. വീണ്ടും ഒരിക്കൽ കൂടി ചെയിൻ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ലോഗ് എക്സിനെ യു ആയി കണക്കാക്കുന്നു. ലോഗ് എക്സിനെ യു ആയി കണക്കാക്കിയാൽ ഇത് സൈൻ യു എന്ന് പറയുന്ന ഫോം ആവും. സൈൻ യു എന്ന് വന്നാൽ അതിൻ്റെ ഡെറിവേറ്റീവ് കോസ് യു ആണ്. യു എന്നെടുത്തത് ലോഗ് എക്സിനെയാണെന്ന് ഓർമ്മ വേണം. അപ്പോൾ കോസ് യു ആണ് ഡെറിവേറ്റീവ്. ദാറ്റ് ഈസ് കോസ് ലോഗ് എക്സ് ആണ്. കഴിഞ്ഞില്ല, വീണ്ടും ഇൻറ്റു. ഇപ്പോൾ നമ്മൾ യു എന്നെടുത്ത ഫംഗ്ഷൻ ലോഗ് എക്സ് ആണ്. ആ യു എന്നെടുത്ത ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവാണ് ഇനി മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അതായത് ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൾട്ടിപ്ലൈ ചെയ്യണം. അത് 1/x. അപ്പോൾ ഒരു ചെയിൻ പോലെ അപ്ലൈ ചെയ്ത് പോകുന്നതുകൊണ്ടാണ് ഇതിനെ ചെയിൻ റൂൾ എന്ന് ഈ റൂളിനെ വിളിക്കുന്നത്. അപ്പം നമ്മൾ ചെയ്ത സ്റ്റെപ്പ് ഒന്നുകൂടി പറയാം. സൈൻ ലോഗ് എക്സിനെ യു എന്നെടുത്തു. അപ്പോൾ റൂട്ട് യു എന്നായി. അതിൻ്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് യു ആണ്. അതാണ് 1/2 റൂട്ട് സൈൻ ലോഗ് എക്സ് ഇൻറ്റു. ഇനി നമ്മൾ എടുക്കേണ്ടത് സൈൻ ലോഗ് എക്സ് യു എന്നെടുത്ത ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്, അതായത് സൈൻ ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ്. അതിന് നമ്മൾ ലോഗ് എക്സിനെ യു എന്നെടുത്തു. അപ്പോൾ സൈൻ യു എന്നായി. ഡെറിവേറ്റീവ് കോസ് യു ആണ്. അതാണ് കോസ് ലോഗ് എക്സ്. കഴിഞ്ഞില്ല, ഇനിയുണ്ട് ഇൻറ്റു. ഇപ്പോൾ നമ്മളെടുത്ത യു എന്നെടുത്ത ഫംഗ്ഷൻ ലോഗ് എക്സ് ആണ്. ആ ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് അതാണ് 1/x. ഇപ്പോഴാണ് ഡിഫറൻഷിയേഷൻ കംപ്ലീറ്റ് ആയത്. ഇനി വേറെ ഒന്നുമില്ല, മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിക്കുന്നതേ ഉള്ളൂ. മുകളിൽ കോസ് ലോഗ് എക്സ് വരും, താഴെ 2x റൂട്ട് ഓഫ് സൈൻ ലോഗ് എക്സ് എന്ന് വരും. അടുത്തൊരു ക്വസ്റ്റ്യൻ റൂട്ട് ഓഫ് ടാൻ ലോഗ് എക്സ്. അവിടെ വീണ്ടും ഇതുപോലെ തന്നെ ആണ്, ചെയിൻ റൂൾ തന്നെയാണ്. ലെറ്റ് y ഈക്വൽ ടു റൂട്ട് ഓഫ് ടാൻ ലോഗ് എക്സ് dy/dx ഈക്വൽ ടു. ചെയിൻ റൂൾ തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. ടാൻ ലോഗ് എക്സിനെ യു എന്നെടുക്കുകയാണ്. അപ്പോൾ റൂട്ട് യു ആയി. ഡെറിവേറ്റീവ് ഈസ് 1/2 റൂട്ട് യു. അതാണ് 1/2 റൂട്ട് ടാൻ ലോഗ് എക്സ് ഇൻറ്റു. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ യു എന്നെടുത്ത ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്, അതായത് ടാൻ ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൾട്ടിപ്ലൈ ചെയ്യണം. യു എന്നെടുത്ത ഫംഗ്ഷൻ ടാൻ ലോഗ് എക്സ്. ആ ടാൻ ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൾട്ടിപ്ലൈ ചെയ്യണം. അതിന് നമ്മൾ ലോഗ് എക്സിനെ യു ആയി എടുക്കുന്നു. ലോഗ് എക്സിനെ യു ആയി എടുത്താൽ ടാൻ യു എന്ന ഫോമായി. ടാൻ യു എന്ന് പറയുന്ന ഫോം ആവും. അപ്പോൾ റൂട്ട് യു ആയി. ഡെറിവേറ്റീവ് 1/2 റൂട്ട് ടാൻ ലോഗ് എക്സ് ഇൻറ്റു. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ യു എന്നെടുത്ത ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്, അതായത് ടാൻ ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൾട്ടിപ്ലൈ ചെയ്യണം. യു എന്നെടുത്ത ഫംഗ്ഷൻ ടാൻ ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൾട്ടിപ്ലൈ ചെയ്യണം. അതിന് നമ്മൾ ലോഗ് എക്സിനെ യു ആയി എടുക്കുന്നു. ലോഗ് എക്സിനെ യു ആയി എടുത്താൽ ടാൻ യു എന്ന
ടാൻ യുവിൻ്റെ ഡെറിവേറ്റീവ് സീക്ക് സ്ക്വയർ യു ആണ്. അപ്പോൾ അതാണ് സീക്ക് സ്ക്വയർ യു എന്ന് പറയുന്നത് ലോഗ് എക്സ്. സീക്ക് സ്ക്വയർ ലോഗ് എക്സ് ഇൻറ്റു ഇനി ലോഗ് എക്സ് യു എന്നെടുത്ത ഫംഗ്ഷൻ ലോഗ് എക്സ്, ആ ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x. ഇതാണ് ചെയ്യുന്ന രീതി. റൂട്ട് ഓഫ് ടാൻ ലോഗ് എക്സ് അതിൻ്റെ 1/2 റൂട്ട് ഓഫ് ടാൻ ലോഗ് എക്സ് ഇൻറ്റു നോ ടാൻ ലോഗ് എക്സിൻ്റെ അത് സീക്ക് സ്ക്വയർ ലോഗ് എക്സ് ഇൻറ്റു ഇനി ലോഗ് എക്സിൻ്റേത് അത് 1/x. അപ്പോൾ ആ ഒരു ചെയിൻ അപ്ലൈ ചെയ്യുന്ന രീതി മനസ്സിലായി കഴിയുമ്പോൾ ഇപ്പം നമ്മൾ ഓരോ പ്രോബ്ലത്തിലും ഞാൻ യൂന്ന് ഓരോ ഫംഗ്ഷനെ അസ്യൂം ചെയ്തുകൊണ്ടാണ് ചെയ്ത് പോയത്. നമ്മൾ ആ സ്റ്റെപ്പ് എഴുതുമ്പോൾ ഈ റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്ന ഈ ലോഗ് എക്സ് ഇതൊന്നും നമ്മൾ പരീക്ഷയ്ക്ക് എഴുതേണ്ടതില്ല. അങ്ങനെ ഇതൊക്കെ ഞാനിത് കാണിച്ചിരിക്കുന്നത് റൈറ്റ് സൈഡിൽ ഇങ്ങനെ സ്റ്റെപ്പ് കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അത് എങ്ങനെ ചെയ്തു എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. അത് കുറച്ച് പ്രോബ്ലങ്ങൾ നമ്മൾ ആ രീതിയിൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പിന്നെ നിന്നും എടുക്കേണ്ടതായി വരില്ല, അല്ലാതെ തന്നെ ചെയ്യാൻ കഴിയും. അല്ലാതെ തന്നെയാണ് ചെയ്യേണ്ടത്. ഈ റൈറ്റിൽ കാണിച്ചിരിക്കുന്ന സ്റ്റെപ്പ് ഒന്നും എക്സാമിന് എഴുതി വെക്കേണ്ടതില്ല. അപ്പോൾ നോട്ട്ബുക്കിൽ എഴുതിക്കൊള്ളൂ, കാരണം പഠിക്കാൻ നേരത്ത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. പക്ഷേ അല്ലാതെ നമ്മൾ ചെയ്യുമ്പോൾ അതൊന്നും എഴുതേണ്ടതില്ല, ഈ ആൻസർ മാത്രമേ എഴുതി പോകാവുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, ഇ റേസ്ഡ് ടു ലോഗ് സൈൻ എക്സ് ക്യൂബ്. അവിടെ ലോഗ് സൈൻ എക്സ് ക്യൂബിനെ നമ്മൾ യു ആയി കണക്കാക്കുന്നു. ലോഗ് സൈൻ എക്സ് ക്യൂബിനെ യു ആയി കണക്കാക്കിയാൽ ഇ റേസ്ഡ് ടു യു എന്ന ഫോം ആവും. നമുക്കറിയാം ഇ റേസ്ഡ് ടു യുവിൻ്റെ ഡെറിവേറ്റീവ് ഇ റേസ്ഡ് ടു യു തന്നെയാണ്. അപ്പോൾ y ഈക്വൽ ഡി റേസ്ഡ് ടു ലോഗ് സൈൻ എക്സ് ക്യൂബ് എന്നെടുത്തു. dv/dx എടുക്കാൻ നമ്മൾ ലോഗ് സൈൻ എക്സ് ക്യൂബിനെ യു ആയി എടുത്തു. അപ്പോൾ ഇ റേസ്ഡ് ടു യു ഫോമായി, അതിൻ്റെ ഡെറിവേറ്റീവ് ഇ റേസ്ഡ് ടു യു തന്നെയാണ്. അതാണ് ഇ റേസ്ഡ് ടു ലോഗ് സൈൻ എക്സ് ക്യൂബ്. ഇനി ഇൻറ്റു നമ്മൾ യു എന്നെടുത്ത ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് മൾട്ടിപ്ലൈ ചെയ്യണം. യു എന്നെടുത്ത ഫംഗ്ഷൻ ലോഗ് സൈൻ എക്സ് ക്യൂബ് ആണ്, അതിൻ്റെ ഡെറിവേറ്റീവാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. പിന്നെയും നമ്മൾ ചെയിൻ റൂൾ തന്നെ അപ്ലൈ ചെയ്യുന്നു. അതിന് സൈൻ എക്സ് ക്യൂബിനെ യു ആയി കണക്കാക്കുന്നു. നേരത്തെ എടുത്ത് യു ഇനി നോക്കേണ്ട കാര്യമില്ല, കാരണം അതിൻ്റെ ഉപയോഗം കഴിഞ്ഞു. ഇനി സൈൻ എക്സ് ക്യൂബിനെ യു ആയി കണക്കാക്കുന്നു. അപ്പോൾ ലോഗ് യു എന്ന ഫോമിലേക്ക് വന്നു. ലോഗ് യുവിൻ്റെ ഡെറിവേറ്റീവ് 1/u ആണ്. അതാണ് 1/sin x ക്യൂബ് എന്ന് എഴുതിയത്. 1/sin x ക്യൂബ് ഇൻറ്റു വീണ്ടും നമ്മളിപ്പോൾ യു എന്നെടുത്ത ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്, ഇപ്പോൾ യു എന്നെടുത്ത സൈൻ എക്സ് ക്യൂബാണ്. ആ സൈൻ എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് അതിന് നമ്മൾ എക്സ് ക്യൂബിനെ യു ആയി എടുക്കുന്നു. അപ്പോൾ സൈൻ യു എന്ന ഫോമായി, അതിൻ്റെ ഡെറിവേറ്റീവ് കോസ് യു ആണ്. അതാണ് കോസ് എക്സ് ക്യൂബ് ഇൻറ്റു അവസാനമായി നമ്മൾ ഏറ്റവും ഒടുവിൽ നമ്മൾ യു എന്നെടുത്ത എക്സ് ക്യൂബാണ്. ആ എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് അത് 3 എക്സ് ക്യൂബിൻ്റെ n(x raised to n - 1). അപ്പോൾ 3x raised to 3 - 1 ദാറ്റ് ഈസ് 3x സ്ക്വയർ. ഇനി വേറെ ഒന്നുമില്ല, എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നോ ഈ ഒരു ക്വസ്റ്റ്യൻ കൂടെ, റൂട്ട് ഓഫ് സൈൻ ഇ റേസ്ഡ് ടു 3x സ്ക്വയർ. y ഈക്വൽ ടു റൂട്ട് ഓഫ് സൈൻ ഇ റേസ്ഡ് ടു 3x സ്ക്വയർ. ഇവിടെ എങ്ങനെ? ഞാനിപ്പോൾ യു എന്നൊന്നും കാണിക്കുന്നില്ല, മനസ്സിൽ ചിന്തിക്കാം നമുക്ക്. സൈൻ ഇ റേസ്ഡ് ടു 3x സ്ക്വയറിനെ യു ആയിട്ട് എടുത്താൽ റൂട്ട് യു ഡെറിവേറ്റീവ് ഈസ് 1/2 റൂട്ട് യു. അതാണ് 1/2 റൂട്ട് സൈൻ ഇ റേസ്ഡ് ടു 3x സ്ക്വയർ. അടുത്തത് യു എന്നെടുത്ത സൈൻ ഇ റേസ്ഡ് ടു 3x സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ്, അതിന് ഇ റേസ്ഡ് ടു 3x സ്ക്വയറിൻ്റെ യു ആയി കണക്കാക്കിയാൽ സൈൻ യു ഡെറിവേറ്റീവ് ഈസ് കോസ് യു. അതാണ് കോസ് ഇ റേസ്ഡ് ടു 3x സ്ക്വയർ. അടുത്ത യു എന്നെടുത്തത് ഇ റേസ്ഡ് ടു 3x സ്ക്വയർ ആണ്, അതിൻ്റെ ഡെറിവേറ്റീവ് അതിന് 3x സ്ക്വയറിനെ യു ആയി കണക്കാക്കുന്നു. അപ്പോൾ ഇ റേസ്ഡ് ടു യു, ഇ റേസ്ഡ് ടു യുവിൻ്റെ ഡെറിവേറ്റീവ് ഇ റേസ്ഡ് ടു യു തന്നെയാണ്. അപ്പോൾ ഇ റേസ്ഡ് ടു 3x സ്ക്വയർ ഇൻറ്റു അവസാനമായി ഈ 3x സ്ക്വയർ, യു എന്നെടുത്ത 3x സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ്, അത് കോൺസ്റ്റൻ്റ് ഇൻറ്റു ഫംഗ്ഷൻ ഫോമാണ്. അപ്പോൾ കോൺസ്റ്റൻ്റ് ഇൻറ്റു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് 3 ഇൻറ്റു എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x. ഇതാണ് അതിൻ്റെ രീതി. ഇനി മൾട്ടിപ്ലൈ ചെയ്യാനുള്ളതല്ല, 6x കിട്ടും. 6x ഇ റേസ്ഡ് ടു 3x സ്ക്വയർ. 6 കിട്ടണമെന്നില്ല, ഈ 2 × ക്യാൻസൽ ചെയ്യും, വെള്ളത്തെ 2 താഴത്തെ 2 ആയിട്ട് ക്യാൻസൽ ചെയ്യാം. ദെൻ 3x ഇ റേസ്ഡ് ടു 3x സ്ക്വയർ ഇൻറ്റു കോസ് ഇ റേസ്ഡ് ടു 3x സ്ക്വയർ ബൈ റൂട്ട് ഓഫ് സൈൻ ഇ റേസ്ഡ് ടു 3x സ്ക്വയർ എന്ന് കിട്ടി. ഇതാണ് അതിൻ്റെ ഒരു രീതി. അടുത്ത ചോദ്യം, സൈൻ ഓഫ് എക്സ് ലോഗ് എക്സ്. ഇവിടെ ശ്രദ്ധിക്കുക, y ഈക്വൽ ടു സൈൻ ഓഫ് എക്സ് ലോഗ് എക്സ് dy/dx. ചെയിൻ റൂൾ തന്നെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ചെയിൻ റൂൾ അപ്ലൈ ചെയ്യാൻ എക്സ് ലോഗ് എക്സ്, എക്സ് ഇൻറ്റു ലോഗ് എക്സ് ആണ്, അതിനെ നമ്മൾ യു ആയി കണക്കാക്കുന്നു. അപ്പോൾ സൈൻ യു എന്ന ഫോമായി. സൈൻ യുവിൻ്റെ ഡെറിവേറ്റീവ് കോസ് യു ആണ്. സൈൻ യുവിൻ്റെ ഡെറിവേറ്റീവ് കോസ് യു ആണ്, അതായത് കോസ് എക്സ് ലോഗ് എക്സ്, കോസ് എക്സ് ലോഗ് എക്സ് എന്ന് കിട്ടുന്നു.
കഴിഞ്ഞില്ല. ഇൻറ്റു നമ്മൾ ഇപ്പോൾ ഏതിനെയാണ് യു ആയി എടുത്തത് അതിൻ്റെ ഡെറിവേറ്റീവാണ് അടുത്തതായി മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ യു ആയി എടുത്തത് ഈ എക്സ് ലോഗ് എക്സിനെയാണ്. ആ എക്സ് ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവാണ് ഇനി മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഞാൻ ഒന്നുകൂടെ പറയാം. നമ്മൾ എക്സ് ലോഗ് എക്സിനെ യു ആയി എടുത്തു. അപ്പോൾ സൈൻ യു എന്ന് കിട്ടി. ആ സൈൻ യുവിൻ്റെ ഡെറിവേറ്റീവ് കോസ് യു ആണ്. അതാണ് കോസ് എക്സ് ലോഗ് എക്സ് ഇൻറ്റു നമ്മളിപ്പോൾ യു എന്നെടുത്ത ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് മൾട്ടിപ്ലൈ ചെയ്യണം. യു എന്നെടുത്ത ഫംഗ്ഷൻ എക്സ് ലോഗ് എക്സ് ആണ്. അതിൻ്റെ ഡെറിവേറ്റീവാണ് ഇനി മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. എക്സ് ലോഗ് എക്സ് എന്ന് പറയുമ്പോൾ എക്സ് ഇൻറ്റു ലോഗ് എക്സ്, അതായത് പ്രോഡക്റ്റ് റൂളാണ്. രണ്ട് ഫംഗ്ഷൻ്റെ പ്രോഡക്റ്റാണ് എക്സ് ഇൻറ്റു ലോഗ് എക്സ്. ആ പ്രോഡക്റ്റിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണമെങ്കിൽ പ്രോഡക്റ്റ് റൂള് വേണം. പ്രോഡക്റ്റ് റൂള് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. അങ്ങനെയാണ്. ഫസ്റ്റ് ഫംഗ്ഷൻ ദാറ്റ് ഈസ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ്, അത് 1/x ആണ്. പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ദാറ്റ് ഈസ് ലോഗ് എക്സ്, സെക്കൻഡ് ഫംഗ്ഷൻ ലോഗ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ദാറ്റ് മീൻസ് ഡെറിവേറ്റീവ് ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, അത് 1 ആണ്. അപ്പോൾ ലോഗ് എക്സ് ഇൻറ്റു 1. ഇവിടെ എക്സും ഇതായിട്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 1 കിട്ടും. 1 പ്ലസ് ലോഗ് എക്സ് കിട്ടും. ആൻസർ 1 പ്ലസ് ലോഗ് എക്സ് ഇൻറ്റു കോസ് ഓഫ് എക്സ് ലോഗ് എക്സ്. അപ്പോൾ ഇവിടെ നമുക്ക് ചെയിൻ റൂളും അതിനെ തുടർന്ന് പ്രോഡക്റ്റ് റൂളും ഉപയോഗിക്കേണ്ടി വന്നു. ചെയിൻ റൂൾ ആദ്യം നമ്മൾ എക്സ് ലോഗ് എക്സിന് യു ആയിട്ട് എടുത്തപ്പോൾ സൈൻ യു എന്ന് വന്നു. ഇപ്പോൾ ഡെറിവേറ്റീവ് കോസ് യു ആണ്, അതായത് കോസ് എക്സ് ലോഗ് എക്സ് ആണ്. dy/dx കോസ് എക്സ് ലോഗ് എക്സ് ആണ് ഇൻറ്റു യു എന്നെടുത്ത ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് മൾട്ടിപ്ലൈ ചെയ്യണം. യു എന്നെടുത്ത ഫംഗ്ഷൻ എക്സ് ലോഗ് എക്സ് ആണ്. അതിൻ്റെ ഡെറിവേറ്റീവ് മൾട്ടിപ്ലൈ ചെയ്യണം. അത് ചെയ്യാൻ വേണ്ടി പ്രോഡക്റ്റ് റൂള് ഉപയോഗിച്ചു. അപ്പോൾ ചെയിൻ റൂളും തുടർന്ന് പ്രോഡക്റ്റ് റൂളും അപ്ലൈ ചെയ്യേണ്ടി വന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ സ്റ്റാൻഡേർഡ് റിസൾട്ടുകളും ബേസിക് റൂളുകളും നന്നായി പഠിച്ച് മാത്രമേ ഇതിൻ്റെ പ്രോബ്ലങ്ങൾ ചെയ്യാൻ പറ്റൂ. അവിടെ നിന്ന് ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ പഠിച്ചു വെച്ചിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാം എന്ന് വിചാരിക്കരുത്. നല്ലതുപോലെ ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ആദ്യം സ്റ്റാൻഡേർഡ് റിസൾട്ടുകൾ പഠിക്കുക. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഡിഫറൻഷിയേഷനിൽ ബേസിക്കായിട്ട് 4 തിയറങ്ങൾ പഠിച്ചു. ആ 4 തിയറങ്ങൾ പഠിക്കുക. തുടർന്ന് പ്രോഡക്റ്റ് റൂള്, കോഷ്യൻ റൂള് പഠിക്കുക. അത് കഴിഞ്ഞ് ചെയിൻ റൂള് പഠിക്കുക. ഈ ചെയിൻ റൂള് പഠിച്ചു കഴിഞ്ഞ് ഇതിൻ്റെ പ്രോബ്ലങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. ഇത് ക്ലിയർ ആക്കാതെ പോയാൽ നമുക്കതൊന്നും പഠിക്കാൻ പറ്റില്ല. നെക്സ്റ്റ് പ്രോബ്ലം, റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു സൈൻ എക്സ് വൈ ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു സൈൻ എക്സ്. ഇതുപോലെ ചിന്തിക്കാം. എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു സൈൻ എക്സിനെ നമ്മൾ യു ആയി കണക്കാക്കുന്നു. അപ്പോൾ റൂട്ട് യു എന്ന ഫോമായി റൂട്ട് യുവിൻ്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് യു ആണ്. അപ്പോൾ 1/2 റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു സൈൻ എക്സ് എന്നാവും. 1/2 റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു സൈൻ എക്സ് ഇൻറ്റു ഇനി ചെയ്യേണ്ടത് എന്തിനാണോ നമ്മൾ യു ആയി എടുത്തത് അതിൻ്റെ ഡെറിവേറ്റീവ് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. യു ആയി എടുത്തത് എക്സ് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു സൈൻ എക്സിനെയാണ്. അതിൻ്റെ ഡെറിവേറ്റീവാണ് ഇനി മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അത് എക്സ് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു സൈൻ എക്സ് എന്ന് പറയുമ്പോൾ രണ്ട് ഫംഗ്ഷൻ്റെ പ്രോഡക്റ്റാണ്. എക്സ് സ്ക്വയർ പ്ലസ് 1 ഫസ്റ്റും സൈൻ എക്സ് സെക്കൻഡും. അപ്പോൾ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പ്രോഡക്റ്റ് റൂള് വേണം. ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഫസ്റ്റ് എക്സ് സ്ക്വയർ പ്ലസ് 1 ആണ്, സെക്കൻഡ് സൈൻ എക്സ് ആണ്. അപ്പോൾ ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്, ഫസ്റ്റ് എക്സ് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു സെക്കൻഡിൻ്റെ ഡെറിവേറ്റീവ് ദാറ്റ് ഈസ് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ദാറ്റ് ഈസ് സൈൻ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഫസ്റ്റ് എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 1 അതിൻ്റെ ഡെറിവേറ്റീവ്, അത് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x ആണ് പ്ലസ് 1ൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്. അപ്പോൾ 2x പ്ലസ് 0 അല്ലെങ്കിൽ 2x എന്ന് കിട്ടും. കഴിഞ്ഞു. ആൻസർ ഡിഫറൻഷിയേഷൻ കഴിഞ്ഞു. ഇനി കൂടുതലൊന്നും സിംപ്ലിഫൈ ചെയ്യാൻ അവിടെ ഇല്ല. ഇവിടെ ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ എക്സ് സ്ക്വയർ പ്ലസ് 1 കോസ് എക്സ് പ്ലസ് 2x സൈൻ എക്സ് ബൈ 2 റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു സൈൻ എക്സ് എന്ന് വരും. അടുത്ത ക്വസ്റ്റ്യൻ, e റേസ് ടു 5x സ്ക്വയർ ഇൻറ്റു സൈൻ ലോഗ് എക്സ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, e റേസ് ടു 5x സ്ക്വയർ ഇൻറ്റു സൈൻ ലോഗ് എക്സ് എന്ന അവിടെ രണ്ട് ഫംഗ്ഷൻ്റെ പ്രോഡക്റ്റാണ്. അപ്പം നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പ്രോഡക്റ്റ് റൂള് വേണം. പ്രോഡക്റ്റിൽ ആദ്യത്തെ ഫംഗ്ഷൻ, ഫസ്റ്റ് ഫംഗ്ഷൻ e റേസ് ടു 5x സ്ക്വയർ ആണ്. സെക്കൻഡ് ഫംഗ്ഷൻ സൈൻ ലോഗ് എക്സ് ആണ്. അപ്പോൾ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യുവാൻ പ്രോഡക്റ്റ് റൂൾ ആവശ്യമുണ്ട്. ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. അപ്പോൾ dy/dx ഇസ് ഈക്വൽ ടു ഫസ്റ്റ് ഇൻറ്റു ദാറ്റ് ഈസ് e റേസ് ടു 5x സ്ക്വയർ ഇൻറ്റു
ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡിൻ്റെ ഡെറിവേറ്റീവ്. സെക്കൻഡ് എന്താണ്? സൈൻ ലോഗ് എക്സ്. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത് സൈൻ എക്സ് ഇൻറ്റു ലോഗ് എക്സ് എന്നല്ല, സൈൻ ലോഗ് എക്സ്, സൈൻ ഓഫ് ലോഗ് എക്സ്. ദാറ്റ് മീൻസ് ലോഗ് എക്സ് എടുത്തിട്ട് അതിൻ്റെ സൈൻ ഫംഗ്ഷനാണ്. അത് ചെയിൻ റൂളാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. സെക്കൻഡിൻ്റെ ഡെറിവേറ്റീവ് എടുക്കാൻ ചെയിൻ റൂളാണ്. സൈൻ ലോഗ് എക്സ് ചെയിൻ റൂൾ ഉപയോഗിക്കണമെങ്കിൽ ലോഗ് എക്സിനെ യു ആയി എടുത്താൽ സൈൻ യു എന്ന ഫോം ആവും. ഡെറിവേറ്റീവ് കോസ് യു ആണ്, അതായത് കോസ് ലോഗ് എക്സ് ആണ്. ഇൻറ്റു ആ യു എന്നെടുത്ത ലോഗ് എക്സ് ആണ് അതിൻ്റെ ഡെറിവേറ്റീവ്, അത് 1/x. അപ്പോൾ ഇപ്പം നമ്മൾ ചെയ്തത് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡാണ്. ഫസ്റ്റ് ഫംഗ്ഷൻ e⁵5x² ഇൻറ്റു സെക്കൻഡിൻ്റെ ഡെറിവേറ്റീവ് സൈൻ ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ്, അതിനാണ് ചെയിൻ റൂൾ ഉപയോഗിച്ചത്. ലോഗ് എക്സിനെ യു എന്നെടുത്തു, അപ്പോൾ സൈൻ യു എന്നായി. ഡെറിവേറ്റീവ് കോസ് യു, അത് കോസ് ലോഗ് എക്സ് ഇൻറ്റു യുവിൻ്റെ ഡെറിവേറ്റീവ്, ദാറ്റ് ഈസ് ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ദാറ്റ് ഈസ് സൈൻ ലോഗ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റിൻ്റെ ഡെറിവേറ്റീവ്, ഫസ്റ്റ് e⁵5x², അതിൻ്റെ ഡെറിവേറ്റീവ്. അവിടെയും വീണ്ടും ചെയിൻ റൂള് വേണം. e⁵5x² ഡെറിവേറ്റീവ് എടുക്കണമെങ്കിൽ ചെയിൻ റൂളാണ്. എങ്ങനെ? 5x² നമ്മൾ യു എന്ന് കണക്കാക്കുന്നു. അപ്പോൾ e⁻u എന്ന ഫോം ആവും. e⁻uവിൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം e⁻u തന്നെയാണ് എന്ന്, അതായത് e⁻5x² തന്നെയാണ്. ഇനി എന്ത് ചെയ്യണം? ഇൻറ്റു ആ യു എന്നെടുത്ത ഫംഗ്ഷൻ 5x² അല്ലേ, അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം. 5x² എന്ന് പറയുമ്പോൾ 5 × x² കോൺസ്റ്റന്റ് ഇൻറ്റു ഫംഗ്ഷൻ ഫോം ആണ്. അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കാൻ കോൺസ്റ്റന്റ് ഇൻറ്റു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എന്ന്. അപ്പോൾ 5 × x² ഡെറിവേറ്റീവ്, അത് 2x ആണ്. ഡിഫറൻഷിയേഷൻ കംപ്ലീറ്റ് ആയി. ഇനി സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. e⁻5x² cos log x ഇൻറ്റു 1 ആകുമ്പോൾ e⁻5x² cos log x /x പ്ലസ് ഇവിടെ 5 × 2x ആകുമ്പോൾ 10x ആവും. 10x ഇൻറ്റു e⁻5x² ഇൻറ്റു സൈൻ ലോഗ് എക്സ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ രണ്ട് ഫംഗ്ഷൻ്റെ പ്രോഡക്റ്റ് ആണ് എന്നുള്ളത് കൊണ്ട് നമ്മൾ പ്രോഡക്റ്റ് റൂളാണ് ഉപയോഗിച്ചത്. ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഫസ്റ്റ്, അതാണ് ഉപയോഗിച്ചത്. പക്ഷെ അത് ഉപയോഗിച്ചപ്പോൾ ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ്, അവിടുത്തെ സെക്കൻഡിൻ്റെ ഡെറിവേറ്റീവ് എടുക്കാൻ ചെയിൻ റൂൾ വേണ്ടി വന്നു. പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഫസ്റ്റ്, അവിടെയും ഫസ്റ്റിൻ്റെ ഡെറിവേറ്റീവ് എടുക്കാനും നമുക്ക് ചെയിൻ റൂൾ ഉപയോഗിക്കേണ്ടി വന്നു. പ്രോഡക്റ്റ് റൂൾ ഉപയോഗിച്ചു, തുടർന്ന് അതിനകത്ത് നമ്മൾ ചെയിൻ റൂൾ ഉപയോഗിക്കേണ്ടതായി വന്നു. ഇതാണ് അതിൻ്റെ രീതി. അടുത്തത് e⁻x³ ബൈ ലോഗ് സൈൻ എക്സ്. ഇവിടെ നോക്കുക, ഒരു ഫംഗ്ഷൻ ബൈ മറ്റൊരു ഫംഗ്ഷൻ എന്ന ഫോമാണ്. ഒരു ഫംഗ്ഷൻ ബൈ മറ്റൊരു ഫംഗ്ഷൻ വന്നാൽ നമ്മൾ കോഷ്യൻ്റ് റൂൾ ഉപയോഗിച്ചിട്ടാണ് ഡിഫറൻഷിയേഷൻ നടത്തുക. കോഷ്യൻ്റ് റൂൾ അറിയാം. ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. ഇതാണ് റൂള്. ന്യൂമറേറ്റർ e⁻x³ ഡിനോമിനേറ്റർ ലോഗ് സൈൻ എക്സും. അപ്പോൾ തുടങ്ങാം. തന്നിരുന്ന ഫംഗ്ഷൻ നമ്മൾ y എന്ന പേര് വിളിച്ചു. y e⁻x³ ബൈ ലോഗ് സൈൻ എക്സ് dy/dx ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ എന്നാണ് ആദ്യം. ഡിനോമിനേറ്റർ ദാറ്റ് ഇസ് ലോഗ് സൈൻ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ e⁻x³ ഡെറിവേറ്റീവ്. അവിടെ ചെയിൻ റൂൾ ആവശ്യമുണ്ട്. x³ യു എന്നെടുത്താൽ e⁻u എന്ന് പറയുന്ന ഫോമാണ്. e⁻uവിൻ്റെ ഡെറിവേറ്റീവ് e⁻u തന്നെയാണ്, അത് e⁻x³ ആണ്. ഇൻറ്റു ചെയിൻ റൂളിൽ ഇനി നമ്മൾ യു എന്നെടുത്ത ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടതുണ്ട്. യു എന്നെടുത്തത് x³ ആണ്, അതിൻ്റെ ഡെറിവേറ്റീവ് 3x². അപ്പോൾ ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ ആണ് കഴിഞ്ഞത്. മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ, ന്യൂമറേറ്റർ ഇൻറ്റു ദാറ്റ് ഇസ് e⁻x³ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ, ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ദാറ്റ് ഇസ് ലോഗ് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ്. അവിടെ വീണ്ടും ചെയിൻ റൂൾ വേണം. എങ്ങനെയാണ്? ലോഗ് സൈൻ എക്സ്, സൈൻ എക്സിനെ യു എന്നാക്കുന്നു, അപ്പം ലോഗ് യു എന്നാവും. ലോഗ് യുവിൻ്റെ ഡെറിവേറ്റീവ് 1/u ആണ്, ദാറ്റ് ഈസ് 1/sin x ഇൻറ്റു ആ യു എന്നെടുത്ത ഫംഗ്ഷൻ സൈൻ എക്സ്, അതിൻ്റെ ഡെറിവേറ്റീവ് അത് കോസ് എക്സ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ ദാറ്റ് ഈസ് ലോഗ് സൈൻ എക്സ് ദ ഹോൾ സ്ക്വയർ. ഒന്നുകൂടി പറയാം. ക്വസ്റ്റ്യൻ റൂള് ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ, ഡിനോമിനേറ്റർ ലോഗ് സൈൻ എക്സ് ഇൻറ്റു ന്യൂമറേറ്ററിൻ്റെ ഡെറിവേറ്റീവ്. അവിടെ ചെയിൻ റൂൾ ഉപയോഗിക്കുകയാണ്. x³ യു എന്നെടുക്കുന്നു, e⁻u എന്നാവും, അതിൻ്റെ ഡെറിവേറ്റീവ് e⁻u, അതാണ് e⁻x³ ഇൻറ്റു ചെയിൻ റൂൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ അടുത്തതായി യു എന്നെടുത്ത ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് മൾട്ടിപ്ലൈ ചെയ്യണമല്ലോ. യു എന്നെടുത്ത ഫംഗ്ഷൻ x³ ആണ്, അതിൻ്റെ ഡെറിവേറ്റീവ് 3x² മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ദാറ്റ് ഈസ് e⁻x³ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ, ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ദാറ്റ് മീൻസ് ലോഗ് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ്. അവിടെ
സൈൻ എക്സിനെ നമ്മൾ വീണ്ടും ചെയിൻ റൂളാണ്, സൈൻ എക്സിനെ നമ്മൾ യു ആയി എടുക്കുന്നു. അപ്പോൾ ലോഗ് യു എന്ന് പറയുന്ന ഫോം ആവുന്നു. ലോഗ് യുവിൻ്റെ ഡെറിവേറ്റീവ് 1/u ആണ്, ദറ്റ് ഈസ് 1/sin x ഇൻറ്റു യു എന്നെടുത്ത ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ ദറ്റ് ഇസ് ലോഗ് സൈൻ എക്സ് ദ ഹോൾ സ്ക്വയർ. ഈ സ്റ്റെപ്പിൽ ഡിഫറൻഷിയേഷൻ പൂർത്തിയായി. ഇനി നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ വേറെ ഒന്നുമില്ല. ഇവിടെ 3x² ഇൻറ്റു e⁻⁴ ലോഗ് സൈൻ എക്സ് എന്ന് എഴുതാം. ഇവിടെ നമുക്ക് കോസ് എക്സ് ബൈ സൈൻ എക്സ് വരും. കോസ് എക്സ് ബൈ സൈൻ എക്സിനെ കോട്ടെക്സ് എന്ന് എഴുതാം. അത്രയേ ഉള്ളൂ. ബാക്കി വേറെ സിംപ്ലിഫിക്കേഷൻ ഒന്നും തന്നെ ഇവിടെ ഇല്ല. അടുത്ത ക്വസ്റ്റ്യൻ, റൂട്ട് ഓഫ് എക്സ് പ്ലസ് സൈൻ എക്സ് ബൈ എക്സ് പ്ലസ് കോസ് എക്സ്. ഇവിടെയും നമുക്ക് ചെയിൻ റൂൾ ആണ് വരുന്നത്. എക്സ് പ്ലസ് സൈൻ എക്സ് ബൈ എക്സ് പ്ലസ് കോസ് എക്സിന് യു എന്നെടുത്തു. അപ്പോൾ റൂട്ട് യു എന്നാവും. അപ്പോൾ y ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് പ്ലസ് സൈൻ എക്സ് ബൈ എക്സ് പ്ലസ് കോസ് എക്സ് dy/dx ഈക്വൽ ടു നമ്മൾ ചെയ്യുന്നത് ഈ എക്സ് പ്ലസ് സൈൻ എക്സ് ബൈ എക്സ് പ്ലസ് കോസ് എക്സിന് യു എന്നെടുക്കുകയാണ്. അപ്പോൾ റൂട്ട് യുവിൻ്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് യു ദറ്റ് ഇസ് 1/2 റൂട്ട് യു. യു ആണ് എക്സ് പ്ലസ് സൈൻ എക്സ് ബൈ എക്സ് പ്ലസ് കോസ് എക്സ് ഇൻറ്റു ഇനി ചെയ്യേണ്ടത് യു എന്നെടുത്ത ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് മൾട്ടിപ്ലൈ ചെയ്യുക. യു എന്നെടുത്ത ഫംഗ്ഷൻ എക്സ് പ്ലസ് സൈൻ എക്സ് ബൈ എക്സ് പ്ലസ് കോസ് എക്സ് ആണ്. അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കണമെങ്കിൽ എക്സ് പ്ലസ് സൈൻ എക്സ് ബൈ എക്സ് പ്ലസ് കോസ് എക്സ് എന്ന് പറയുമ്പോൾ ഒരു ഫംഗ്ഷൻ ബൈ മറ്റൊരു ഫംഗ്ഷൻ ഫോമാണ്. അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കാൻ കോഷ്യൻ റൂളാണ് ഉപയോഗിക്കേണ്ടത്. ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. അപ്പോൾ ഡിനോമിനേറ്റർ ഇൻറ്റു ദറ്റ് ഈസ് എക്സ് പ്ലസ് കോസ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ദറ്റ് ഈസ് എക്സ് പ്ലസ് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ്. അത് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 പ്ലസ് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് 1 പ്ലസ് കോസ് എക്സ് മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ എക്സ് പ്ലസ് സൈൻ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ എക്സ് പ്ലസ് കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 പ്ലസ് കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ ദറ്റ് ഈസ് എക്സ് പ്ലസ് കോസ് എക്സ് ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ചെയിൻ റൂൾ ഉപയോഗിച്ച് എക്സ് പ്ലസ് സൈൻ എക്സ് ബൈ എക്സ് പ്ലസ് കോസ് എക്സിനെ യു എന്നെടുത്തപ്പോൾ റൂട്ട് യു എന്ന് വന്നു. അതിൻ്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് യു ആണ്. ദറ്റ് ഈസ് 1/2 റൂട്ട് എക്സ് പ്ലസ് സൈൻ എക്സ് ബൈ എക്സ് പ്ലസ് കോസ് എക്സ് ആണ്. തുടർന്ന് ആ യു എന്നെടുത്ത ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് മൾട്ടിപ്ലൈ ചെയ്യണം. അത് യു എന്നെടുത്ത ഫംഗ്ഷൻ എക്സ് പ്ലസ് സൈൻ എക്സ് ബൈ എക്സ് പ്ലസ് കോസ് എക്സ് ആണ്. അതിൻ്റെ ഡെറിവേറ്റീവ് മൾട്ടിപ്ലൈ ചെയ്യാൻ നമ്മൾ കോഷ്യൻ്റ് റൂൾ ഉപയോഗിച്ചു. അപ്പോൾ ചെയിൻ റൂളും തുടർന്ന് നമ്മൾ കോഷ്യൻ്റ് റൂളും ഉപയോഗിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ ആണ് 18ാമത്തെ ക്വസ്റ്റ്യൻ. സൈൻ ക്യൂബ് എക്സ് റൈസ് ടു 7 ഇൻറ്റു കോസ് എക്സ് റൈസ് ടു 4 y ഈക്വൽ ടു സൈൻ ക്യൂബ് എക്സ് റൈസ് ടു 7 ഇൻറ്റു കോസ് എക്സ് റൈസ് ടു 4. ഇത് കാണുമ്പോൾ തന്നെ അറിയാം പ്രോഡക്റ്റ് ആണ്, രണ്ട് ഫംഗ്ഷൻ്റെ പ്രോഡക്റ്റ് ആണ്. ഫസ്റ്റ് ഫംഗ്ഷൻ സൈൻ ക്യൂബ് എക്സ് റൈസ് ടു 7ഉം സെക്കൻഡ് ഫംഗ്ഷൻ കോസ് എക്സ് റൈസ് ടു 4ഉമാണ്. അപ്പോൾ പ്രോഡക്റ്റ് റൂൾ ഉപയോഗിച്ചാണ് നമ്മൾ ഡിഫറൻഷിയേഷൻ നടത്തേണ്ടത്. പ്രോഡക്റ്റ് റൂൾ ഉപയോഗിക്കുമ്പോൾ ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഫസ്റ്റ് എന്ന് പറയുന്നത് സൈൻ ക്യൂബ് എക്സ് റൈസ് ടു 7 ആണ് ഇൻറ്റു സെക്കൻഡിൻ്റെ ഡെറിവേറ്റീവ് ദാറ്റ് ഇസ് കോസ് എക്സ് റൈസ് ടു 4ൻ്റെ ഡെറിവേറ്റീവ്. കോസ് എക്സ് റൈസ് ടു 4ൻ്റെ ഡെറിവേറ്റീവ് എടുക്കണമെങ്കിൽ ചെയിൻ റൂൾ അപ്ലൈ ചെയ്യണം. എക്സ് റൈസ് ടു 4നെ നമ്മൾ യു ആയി എടുക്കുന്നു. അപ്പോൾ കോസ് യു എന്നായി. കോസ് യുവിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ യു ആണ്. ദാറ്റ് ഈസ് മൈനസ് സൈൻ എക്സ് റൈസ് ടു 4 ആണ് ഇൻറ്റു ആ യു എന്നെടുത്ത എക്സ് റൈസ് ടു 4 അതിൻ്റെ ഡെറിവേറ്റീവ് 4x³ ഒന്നുകൂടെ പറയാം. ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ് ഫസ്റ്റ് സൈൻ ക്യൂബ് എക്സ് റൈസ് ടു 7 ഇൻറ്റു സെക്കൻഡിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് റൈസ് ടു 4ൻ്റെ ഡെറിവേറ്റീവ്. അത് ചെയിൻ റൂൾ ഉപയോഗിക്കണം. എക്സ് റൈസ് ടു 4നെ യു എടുക്കുന്നു. അപ്പോൾ കോസ് യു എന്നായി. കോസ് യുവിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ യു ദറ്റ് ഈസ് മൈനസ് സൈൻ എക്സ് റൈസ് ടു 4 ഇൻറ്റു ആ യു എന്നെടുത്ത എക്സ് റൈസ് ടു 4ൻ്റെ ഡെറിവേറ്റീവ് അത് 4x³ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഫസ്റ്റ് സെക്കൻഡ് ഫംഗ്ഷൻ കോസ് എക്സ് റൈസ് ടു 4 ആണ് ഇൻറ്റു ഫസ്റ്റിൻ്റെ ഡെറിവേറ്റീവ് സൈൻ ക്യൂബ് എക്സ് റൈസ് ടു 7ൻ്റെ ഡെറിവേറ്റീവ്. അവിടെ ചെയിൻ റൂൾ അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. അതാണ് നമ്മളൊന്ന് ശ്രദ്ധിച്ച് ചെയ്യണം. നിങ്ങൾ ഈ റൈറ്റ് സൈഡിൽ എഴുതിയിരിക്കുന്നത് നോക്കുക. സൈൻ ക്യൂബ് എക്സ് ഇപ്പോൾ നമ്മൾ സൈൻ ക്യൂബ് എക്സ് റൈസ് ടു 7ൻ്റെ ഡെറിവേറ്റീവ് തന്നെ എഴുതാൻ പോകുന്നത്. സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഫസ്റ്റിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ സൈൻ ക്യൂബ് എക്സ് റൈസ് ടു 7ൻ്റെ ഡെറിവേറ്റീവ്. അതാണ് ഇനി നമ്മൾ എഴുതാൻ പോകുന്നത്. അത് എഴുതാൻ വേണ്ടി ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. സൈൻ ക്യൂബ് എന്ന് പറഞ്ഞാൽ സൈൻ ദ ഹോൾ ക്യൂബ് എന്നാണ്. അപ്പോൾ സൈൻ ക്യൂബ് എക്സ് റൈസ് ടു 7 എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് റൈസ് ടു 7 ദ ഹോൾ ക്യൂബ് എന്നാണ്. അപ്പോൾ അവിടെ ചെയിൻ റൂൾ ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ ഈ സൈൻ എക്സ് റൈസ് ടു 7നെയാണ് യു ആയി കണക്കാക്കുന്നത്. അല്ലേ, സൈൻ എക്സ് റൈസ് ടു 7നെയാണ് യു ആയി കണക്കാക്കുന്നത്. അപ്പോൾ യു ക്യൂബ് എന്ന ഫോം ആവും. യു ക്യൂബ് ആകുമ്പോൾ നമുക്ക് ഡെറിവേറ്റീവ് അറിയാം 3u².
3u സ്ക്വയർ, യു എന്ന് പറയുന്നത് സൈൻ എക്സ് റൈസ് ടു 7 അപ്പം യു സ്ക്വയർ എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് റൈസ് ടു 7 ദ ഹോൾ സ്ക്വയർ, ദാറ്റ് മീൻ സൈൻ സ്ക്വയർ എക്സ് റൈസ് ടു 7. അപ്പോൾ 3 സൈൻ സ്ക്വയർ എക്സ് റൈസ് ടു 7 എന്ന് കിട്ടും. കണ്ടോ, 3 സൈൻ സ്ക്വയർ എക്സ് റൈസ് ടു 7 എന്ന് കിട്ടി. പക്ഷെ അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. നമ്മൾ ചെയിൻ റൂൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സൈൻ ക്യൂബ് എക്സ് റൈസ് 7 സൈൻ എക്സ് റൈസ് 7 ഹോൾ ക്യൂബ് എന്ന് എടുത്തിട്ട് സൈൻ എക്സ് റൈസ് ടു 7 യു ആയി പരിഗണിച്ചു. അപ്പോഴാണ് നമുക്ക് യു ക്യൂബ് എന്ന് കിട്ടിയതും അതിൻ്റെ ഡെറിവേറ്റീവ് 3u സ്ക്വയർ എന്ന് കിട്ടിയതും 3 സൈൻ സ്ക്വയർ എക്സ് റൈസ് 7 എന്ന് കിട്ടിയത്. അപ്പോൾ അടുത്തത് എന്ത് ചെയ്യണം? നമ്മൾ യു എന്നെടുത്ത ഫംഗ്ഷൻ ഉണ്ടല്ലോ, അതേതാ, സൈൻ എക്സ് റൈസ് ടു 7 ആണ്. അതിൻ്റെ ഡെറിവേറ്റീവ് അടുത്തതായി മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ഈ സൈൻ എക്സ് റൈസ് ടു 7ൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ അടുത്തതായി മൾട്ടിപ്ലൈ ചെയ്യണം. അതിന് നമ്മൾ എക്സ് റൈസ് ടു 7നെ യു ആയി കണക്കാക്കുന്നു. വീണ്ടും ചെയിൻ റൂൾ അപ്ലൈ ചെയ്യുക. എക്സ് റൈസ് 7നെ യു ആയി കണക്കാക്കുമ്പോൾ സൈൻ യു എന്ന ഫോം ആവുന്നു. സൈൻ യു ആകുമ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് കോസ് യു ആണ്, ദാറ്റ് ഈസ് കോസ് എക്സ് റൈസ് ടു 7 ആണ്. കണ്ടോ, കോസ് എക്സ് റൈസ് ടു 7 ഇൻറ്റു ഇനി യു എന്നെടുത്ത ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്, യു എന്നെടുത്ത എക്സ് റൈസ് ടു 7 ആണ്, അതിൻ്റെ ഡെറിവേറ്റീവ് അത് 7 എക്സ് റൈസ് ടു 6. ഇത്രയും ഉള്ളൂ ഡിഫറൻഷിയേഷൻ. ഇനി അവിടെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയും പ്രോബ്ലം ഈ ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ അല്ലെങ്കിൽ ചെയിൻ റൂൾ ഓഫ് ഡിഫറൻഷിയേഷൻ വളരെ നന്നായി പഠിക്കണം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് സ്റ്റാൻഡേർഡ് റിസൾട്ടുകൾ പഠിക്കുക. തുടർന്ന് നമ്മൾ 4 ബേസിക് തിയറങ്ങൾ എഴുതിയിട്ടുണ്ട്, അത് പഠിക്കുക. പ്രൊഡക്റ്റ് റൂൾ, ക്വസ്റ്റ്യൻ റൂൾ പഠിക്കുക. തുടർന്ന് ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ പഠിക്കുക. ദെൻ ഇത് പഠിക്കുക. ഇത്രയും പഠിച്ച് തനിയെ ചെയ്ത് നോക്കണം. അതായത് നമ്മുടെ ക്ലാസ് 7, 8, 9, 10 ആൻഡ് 11 ഇത്രയും ക്ലാസ്സുകൾ നന്നായി പഠിച്ച് ചെയ്ത് നോക്കണം. നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിഫറൻഷിയേഷൻ്റെ ബേസിക് കൺസെപ്റ്റുകളെല്ലാം ക്ലിയർ ആവും. ക്ലിയർ ആയി കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് നമുക്ക് പോകാൻ വളരെ എളുപ്പമാണ്. നേരെ മറിച്ച് ഈ ബേസിക് കൺസെപ്റ്റുകൾ ക്ലിയർ ആകാതിരുന്നാൽ നമുക്ക് അങ്ങോട്ട് ഒന്നും തന്നെ പഠിക്കാൻ കഴിയില്ല. ആ പ്രാധാന്യത്തോടു കൂടി ഇത്രയും ക്ലാസ്സുകൾ കണ്ട് നന്നായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.